ബഹുമാനികളെ, ദഫ്നുൽ മയ്യത്തിനെ മറമാട് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അഖല്ലുൽ ഖബരി വ അക്മലുഹു, ഖബറിൻ്റെ കുറഞ്ഞ രൂപവും പരിപൂർണമായ രൂപവും പറയുന്നുണ്ട്. ഫിഖ്ഹ് ഏതൊരു അമലിൻ്റെയും കുറഞ്ഞ രൂപം പറയും, പരിപൂർണമായ രൂപം പറയും. അത് അത്തഹിയാത്തായാലും പറയും, സ്വലാത്തായാലും പറയും. ഏറ്റവും കുറഞ്ഞത് പറയും, പിന്നെ അക്മൽ പരിപൂർണമായതും പറയും. അഖല്ലുൽ ഖബരി, ഖബറിൻ്റെ ഏറ്റവും കുറഞ്ഞ രൂപം, ഹുഫ്റത്തുൻ, ഒരു കുഴിക്കുക. തംനഉ റായിഹത, ദുർഗന്ധത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു കുഴിയായിരിക്കണം. നമ്മളെ വയനാട്ടിലത്തെ ദുരന്തം ഉണ്ടായതിനു ശേഷം വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകളെ മുങ്ങിയിരിക്കാൻ വേണ്ടി പോയ ഒരാൾ പറഞ്ഞേ, ഓ മത്സ്യങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ വാസനക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും, മനുഷ്യൻ്റെ ശവത്തിൻ്റെ ദുർഗന്ധം മാത്രം സഹിക്കാൻ വയ്യാത്തതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഫിഖ്ഹൊക്കെ സംസാരിച്ചെന്ത്, ഇസ്ലാമിൻ്റെ ഓരോ നിയമം നോക്കണം നിങ്ങൾ. ദുർഗന്ധത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു കുഴി മനുഷ്യനെ മൂടാൻ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി, വേഗം മറമാടാനാണ് പറയണം. കുളിപ്പിച്ച് കഫൻ ചെയ്ത് പെട്ടെന്ന് കൊണ്ടുപോകണം. മൂന്നിയിൽ കാണാം ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയേണ്ടത്, അസ്രിഉൽ ജനാസ, പെട്ടെന്ന് കൊണ്ടേക്കോളൂ, ജനാസയെ വേഗം കൊണ്ടേക്കോളൂ, വേഗം മറയതോ. അപ്പൊ തംനഉ റായിഹ, ദുർഗന്ധം വരുന്നതിനെ തടഞ്ഞു നിർത്തുന്ന രൂപത്തിലുള്ള കുഴിയായിരിക്കണം, വാസന പുറത്തേക്ക് വരരുത്. അതേപോലെ തന്നെ വസ്സിബാ, വല്ല പിടിമൃഗങ്ങളൊക്കെ വന്ന് മാന്തിപ്പോവോ എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ, മാന്താതിരിക്കുന്ന ഒരു കുഴി. പിടിമൃഗങ്ങളെ തൊട്ടുള്ളതായ ശല്യം ഉണ്ടാവും ചെയ്യരുത്. അതുപോലുള്ള ഒരു കുഴിയിൽ മൂടുക. വലാ യമുസ്സു സഖ്ഫുഹ അൽ മയ്യിത്ത, ആ കുഴിയുടെ മേൽഭാഗം മയ്യത്തിനെ തട്ടരുത്, മയ്യത്തിനെ മുട്ടാൻ പാടില്ല. അപ്പൊ ചെറിയൊരു കുഴി കുഴിക്കുക, ആ കുഴിയിൽ മയ്യത്തിനെ കിടത്തിയിട്ട് ആ കുഴിയുടെ മുകൾ ഭാഗം മയ്യത്തിനെ തട്ടരുത്. അപ്പൊ മയ്യത്തിനെ ഒരു ബഹുമാനിക്കാണ്, മയ്യത്തിന്റെ മേലെ മണ്ണ് വേണ്ട, ആ രൂപത്തിലുള്ള കുഴിയിലാണ് മൂടേണ്ടത്. എന്നാൽ ഫലാ യക്ഫി വദഉഹു അലാ വജ്ഹിൽ അർളി, ഉപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ മയ്യത്തിനെ വെച്ച്, കുഴിയൊന്നും വേണ്ട, കുഴിയില്ലാത്ത രൂപത്തിൽ വെക്കാൻ പറ്റുമോ? എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഇഷ്ടികയൊക്കെ കൊടുന്നുകാണ്ട് കെട്ടൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മേലെ മൂടാൻ പറ്റുമോ? അത് പറ്റൂല. ഭൂമിയുടെ ഉപരിഭാഗത്ത് മയ്യത്തിനെ വെച്ചു, നിലത്ത് വെച്ചു, കുഴിയൊന്നുമില്ല, ചുറ്റുഭാഗം കെട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, മേലോട്ട് വെച്ചിട്ട് ഒരു മൂടിയിട്ട്, അത് പറ്റൂല. ഹൈസുലം യതഅദ്ദരിൽ ഹഫ്റു, കുഴിക്കൽ ബുദ്ധിമുട്ടാകാത്തിടത്ത് എന്താ ചെയ്യാ, മയ്യത്ത് കുഴിയിൽ മൂടലും വേണ്ടുന്നതാ, ദുർഗന്ധമില്ലാതാകണം എന്നുള്ളതാ, മൃഗശല്യവും തടയുന്നതിനുതകേണ്ടതാ, അത് വീതിയാഴം ഉള്ളതായാൽ നല്ലതാ, മയ്യത്ത് തറയിൽ വെച്ച് കെട്ടി മറക്കലും അതിനാൽ സുശക്തം തന്നെ ഭദ്രത എങ്കിലും, പാടില്ല കുഴിയിൽ തന്നെ മൂടൽ വേണ്ടതാ, സൗകര്യം അതിനില്ലാതെ വന്നാൽ പിന്നിതാ, കരയും വിട്ടേറ്റം ദൂരമുള്ളൊരു കപ്പല, അതിൽ വെച്ചൊരാൾ മരിക്കുന്നു എന്നാൽ മസല, കുളിപ്പിച്ചു കഫനും ചെയ്തു നിസ്കരിക്കേണ്ടതാ, പിന്നീട് പലകയിൽ വെച്ചതും താഴ്ത്തേണ്ടതാ. കപ്പലിൽ ഒരാൾ മരിച്ചാൽ കുഴിത്താനല്ല പോവുക. നമ്മളെ എളാപ്പ അങ്ങനെ മരിച്ചു, പണ്ട് ഹജ്ജിന് പോയപ്പോൾ, കപ്പൽ പോയപ്പോൾ, അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ എന്തേ കാട്ടിയതറിയോ, കപ്പലിൽ തന്നെ മരിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു പലകി വെച്ച്, പലക താകണല്ലോ, കപ്പൽ കടലിൽ താകണല്ലോ, അപ്പോൾ വലിയൊരു കല്ലും വെച്ച് കെട്ടി അങ്ങനെ താത്തീക്ക. അങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ കരയിൽ നിന്ന് പോയി കടലിലേക്ക് എത്തി, ഇനിയിപ്പോൾ അവിടെ കുഴിത്താൻ പറ്റൂലല്ലോ, അപ്പോൾ കടലിൻ്റെ ഉള്ളിലേക്ക് താത്തി വിടുക, താകാൻ വേണ്ടി ഭാരമുള്ള എന്തെങ്കിലും കെട്ടിവെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പറയാം. ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാ ചർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബെ, പ്രഭാതത്തിൽ തന്നെ എല്ലാവരും നോമ്പുകാരാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാൻ. സന്തോഷമുള്ള പകലാക്കി തരണേ റഹ്മാൻ. സന്തോഷമുള്ള ഇന്നത്തെ ദിവസത്തിൽ റാഹത്തും ബറക്കത്തും ഐശ്വര്യവും നൽകണേ റഹ്മാനെ. എല്ലാവിധ ആഫത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അള്ളാഹ്. സകലമാന ആഫത്ത് മുസീബത്തിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളെ അഹ്ലുകാർക്കും നാടിനും നാട്ടുകാർക്കും മഹലിനും മഹല്ലുകാർക്കും എല്ലാവിധ കാവലും നൽകണേ അള്ളാഹ്. പടച്ചോനെ, ഇന്നലത്തെ സദസ്സിൽ ഒരുപാട് ആളുകൾ ബദരീങ്ങളുടെ മൗലിദിന് വേണ്ടി സഹായിച്ചു, ഇറച്ചിയേറ്റു, സ്വതക്കകൾ ചെയ്തു, അരികളേറ്റു, പലതും നടന്നു. അൽഹംദുലില്ലാഹ്, എല്ലാം നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കി മാറ്റണേ അല്ലാഹ്. കൊടുക്കുന്ന കൈകൾക്കൊക്കെ ഒരുപാട് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അത് കാരണം എല്ലാവിധ ഹിഫുളും നൽകണേ റഹ്മാനെ. മാറാ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അപകട മരണങ്ങൾ നൽകല്ല അല്ലാഹ്. ചെയ്യുന്ന ഏർപ്പാടിലൊക്കെ ഒരുപാട് ബറക്കത്തേറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. ഗൾഫിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ജോലിയിലൊക്കെ ഒരുപാട് അഭിവൃദ്ധിയും ഹൈറും ബർക്കത്തും നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ചോനെ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. മിഅ്റാജിന്റെ നോമ്പും കഴിഞ്ഞ് ഇനി അടുത്ത ബറാഅത്ത് രാവിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞ് വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിലേക്ക് സഹകരിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ റബ്ബേ, ഇന്നലെ ഒരു ലത്തീഫി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടല്ലോ. അല്ലാഹുവേ, ആ സഹോദരന് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാഹ്. ഖബർ ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖബർസ്ഥാനിലും മറ്റുള്ള ഖബർസ്ഥാനിലൊക്കെ കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ദുആന്റെ ഫലങ്ങൾ എത്തിക്കണേ റബ്ബേ. റബ്ബേ, ഉപ്പ മരണപ്പെട്ട ദിവസമാണ് ഇന്ന്. എൻ്റെ ഉപ്പ എല്ലാവരും ദുആ രക്കണം. ഒരു ഫാത്തിഹെങ്കിലും മോദി ഹദിയ ചെയ്യണം. അള്ളാഹുവെ, ഉപ്പാക്കും എല്ലാവരും ഉപ്പാക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഉമ്മാക്കും മഗ്ഫിറത്ത് നൽകട്ടെ. കൂട്ടുകുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അള്ളാഹു തആല പറയപ്പെട്ട ഗുണങ്ങൾ നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.